നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എന്നും ചൂടേറിയ പോരാട്ടവേദിയാണ് കൊല്ലം ജില്ല. ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയ ബോധവും നിറഞ്ഞ കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂട് ദിനംപ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, പ്രധാന വികസന വിഷയങ്ങൾ, വോട്ടർമാരുടെ പ്രതീക്ഷകൾ, മണ്ഡലങ്ങളിലെ മത്സര സാഹചര്യങ്ങൾ എന്നിവയെ ആഴത്തിൽ പരിശോധിക്കുന്ന പ്രത്യേക പരിപാടി ബിയോണ്ട് ദ ബാലറ്റിലേക്ക് സ്വാഗതം. കടൽ തീരങ്ങളുടെയും കായലുകളുടെയും നാടാണ് കൊല്ലം. സാമൂഹിക രാഷ്ട്രീയ ബോധത്തിൽ ഈ നാട് എന്നും മുൻപന്തിയിലാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, യുവജനങ്ങളുടെ പ്രതീക്ഷകൾ, കർഷകരുടെ ആശങ്കകൾ ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ചർച്ചാവിഷയമായി മാറുന്നു. കൊല്ലം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്തെല്ലാമാണ്? ജനങ്ങളുടെ മനസ്സ് ഏത് രാഷ്ട്രീയ ദിശയിലേക്കാണ്? ആരുടെ വാഗ്ദാനങ്ങളാണ് വിശ്വാസം നേടുന്നത്? ഇവയെല്ലാം ബിയോണ്ട് ദ ബാലറ്റ് വിശദമായി വിശകലനം ചെയ്യുന്നു. ഈ ഭരണകാലത്തിൻ്റെ വിലയിരുത്തലുകളും പുതിയ പ്രതീക്ഷകളുടെ രൂപരേഖയും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. എനിക്കൊപ്പം ഐശ്വര്യ അനിൽ, വിഷ്ണു കരുണാകരൻ എന്നിവരും വിശകലനങ്ങളുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യുവും ചേരുകയാണ്. ആദ്യം കൊല്ലം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിക്കാം. ഐശ്വര്യ അനിലാണ് ചേരുന്നത്. ഐശ്വര്യ, നമുക്കറിയാം, ഇളക്കം തട്ടാത്ത ഇടതു കോട്ടയാണ് കൊല്ലം ജില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമെല്ലാം ചില മാറ്റങ്ങൾ സംഭവിച്ചതും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. സമീപകാല രാഷ്ട്രീയ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് കൊല്ലത്തെ വിലയിരുത്താൻ കഴിയുക? റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് കോട്ട എന്ന് തന്നെ CPM വിശ്വസിക്കുന്ന ഒരിടമാണ് കൊല്ലം. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ കണക്കുകളൊക്കെ സൂചിപ്പിച്ചതും അതുതന്നെയാണ്. വ്യക്തമായി പറഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9ലും ജയിച്ചു കയറിയത് LDF ആണ് എന്നുള്ളതാണ്. കരുനാഗപ്പള്ളി, കുണ്ടറ, ഈ 2 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് UDF-നൊപ്പം നിന്നത്. ഒരുപക്ഷെ അന്ന് ആ 2 സീറ്റ് പിടിച്ചെടുക്കുമ്പോൾ പോലും അത് UDF-ന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. കാരണം ഇടത് കോട്ടയിൽ നിന്ന് 2 സീറ്റ് എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പോസിറ്റീവായി അവർ കണ്ട ഒരു കാര്യം തന്നെയാണ്. 2ഇടത്തും ഉണ്ടായത് അട്ടിമറി വിജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് മുൻപ് 2016 11ഇടത്തും കൃത്യമായൊരു വിജയം ഉറപ്പിക്കാൻ LDF-നായതാണ്. അതിനുശേഷം പിന്നീട് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അട്ടിമറി ജയമുണ്ടായ 2 ഇടങ്ങളാണ്, ഒന്ന് കരുനാഗപ്പള്ളിയും ഒന്ന് കുണ്ടറയും. ഈ 2016 11 മണ്ഡലങ്ങൾ നിന്നു എന്ന് പറയുമ്പോഴും 2021 ഈ 2 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കുണ്ടറയിലേതാണ്. അവിടെ J. മേഴ്സിക്കുട്ടിയമ്മയാണ് മത്സരിച്ചത്. അവർ തോറ്റുപോയി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അന്ന് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ജയിച്ചു കയറിയപ്പോഴും J. മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ് തോറ്റുപോയത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉയർത്തിയ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ് എന്നുള്ളതാണ്. മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അത് 2016 അല്ലെങ്കിൽ ഈ കൊല്ലത്തെ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചാത്തന്നൂരിൽ GS ജയലാലാണ് 17,206 വോട്ടിനാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലാൽ ജയിച്ചു കയറിയത്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഇരട്ടി വോട്ടുകളിലാണ് ജയലാൽ ജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ അത് പകുതിയായി കുറഞ്ഞു എന്ന് മാത്രമല്ല, ഈ 2 തെരഞ്ഞെടുപ്പിലും, അതായത് 2016 2021 2ാം സ്ഥാനത്ത് അവിടെ എത്തിയത് NDA ആണ് എന്നുള്ളതാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ NDA കണക്ക് കൂട്ടുന്ന, അല്ലെങ്കിൽ NDA തങ്ങൾക്കൊരു പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നായി അത് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്ന. അവിടെ ഈ പറഞ്ഞതുപോലെ കൃത്യമായൊരു മേൽക്കോയ്മ, അല്ലെങ്കിൽ അവർക്ക് അവിടെ നേടിയെടുക്കാനാകുമോ എന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഒരിടം കൂടിയായി ചാത്തന്നൂർ മാറി എന്നുള്ളതാണ്. ഇരവിപുരത്തെ M. നൌഷാദാണ് 28,121 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്.
കൊല്ലത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാടധികം വിവാദങ്ങൾ ഉയർന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അവിടെ എം മുകേഷ്, അന്ന് ബിന്ദു കൃഷ്ണയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. വളരെ ചുരുങ്ങിയ ഒരു ഭൂരിപക്ഷത്തിലാണ് എം മുകേഷ് ജയിച്ചു കയറിയത്. നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഒട്ടുമിക്ക MLA-മാരും ജയിച്ചു വന്നത്. അവിടെ ഏറ്റവും കുറഞ്ഞ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് കൊല്ലത്തായിരുന്നു. എം മുകേഷിനാണത്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4523 വോട്ടിനാണ് PC വിഷ്ണുനാഥ് ജയിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് അവിടെ തോറ്റുപോയത്. അട്ടിമറി വിജയം എന്നും കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഐശ്വര്യ, ഈ പറഞ്ഞ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 11 എന്ന 100% നിന്ന് 2 സീറ്റുകൾ UDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ. അവിടെ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് RSPക്ക് വലിയ ശക്തിയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കൊല്ലം ജില്ല. ഇവിടെ RSP UDFിലേക്ക് വന്നതിന് ശേഷവും അവിടെ ഇടതു കോട്ടയ്ക്ക് വലിയ ഉലച്ചിൽ സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് NK പ്രേമചന്ദ്രൻ വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ വിജയിച്ചു കയറുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് വലിയൊരു വീഴ്ചയാണ് അവിടെ സംഭവിച്ചത്. 3 മണ്ഡലങ്ങളിലാണ് അവിടെ RSP മത്സരിച്ചത്. എന്നാൽ 3ഇടത്തും പരാജയപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ RSPയുടെ ഈ കൂടുമാറ്റം പോലും ഇടതിൻ്റെ കോട്ടയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം LDFിനൊപ്പം നിന്നപ്പോഴും തിരിച്ച് UDFിലേക്ക് വന്നപ്പോഴുമുള്ള ഒരു കൂടുമാറ്റം സംഭവിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി, അതായത് പൂർണ്ണമായും ഒരു തോൽവി നേരിടേണ്ടി വന്ന ഒരു വർഷം കൂടിയാണ് 2021 RSPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മൾ ഈ വോട്ടിൻ്റെ ഒരു ട്രെൻഡ് അത് പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും 2 രീതിയിൽ വിധി എഴുതുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കൊല്ലത്ത് കാണാൻ കഴിഞ്ഞത്. കാരണം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന RSPയുടെ കാൻഡിഡേറ്റ് ആണ്. RSPയുടെ കാൻഡിഡേറ്റിനെ ഒരുപക്ഷെ LDFിൽ നിന്നപ്പോഴും NK പ്രേമചന്ദ്രൻ ജയിച്ചു കയറി. അതിനുശേഷം UDFിൽ വന്നപ്പോഴും അദ്ദേഹം കൃത്യമായി ജയം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട പൊളിക്കാൻ ആർക്കും ആയില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ മാറി. അവിടെ ഈ RSPക്ക് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ഭയങ്കരമായ ഒരു ക്ഷീണം RSPക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് RSP കൊല്ലത്ത്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിത്വമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ ടീം UDF ആയി നിന്നുകൊണ്ട് ഒരു പ്രവർത്തനമാണ് UDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിൽ RSPക്ക് കൃത്യമായൊരു ഒരു കോൺട്രിബ്യൂഷൻ നൽകാനുണ്ടാകും കൊല്ലത്ത് നിന്ന് എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും RSP ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും കൊല്ലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധ്യതകൾ, അതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യുവിൻ്റെ വിലയിരുത്തൽ കാണാം. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം പോലെ തന്നെ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ BJP വളരുന്നുണ്ടെന്ന യാഥാർത്ഥ്യം CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CPI കേരളത്തിലെ 1-2 ജില്ലകളിൽ മാത്രമാണ് CPI എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രസൻസ് വലിയ തോതിൽ ഫീൽ ചെയ്യുന്നത്. അതിലൊരു ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്ത് CPIയുടെ സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ CPMനാണ് മുൻതൂക്കമെങ്കിലും 2ാം സ്ഥാനത്ത് ഇടതുപക്ഷം മുന്നണിക്കാത്ത പാർട്ടി എന്നുള്ളതിൽ CPIക്ക് സ്വാധീനമുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മാനദണ്ഡം ആക്കുമ്പോഴൊക്കെ തന്നെ CPM വലിയ തോതിൽ പുറകോട്ട് പോയതായിട്ടാണ് കാണുന്നത്. CPMൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മുന്നേറിയതായിട്ട് കാണുന്നത്. 2 മുന്നണികളിൽ തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 2-3% മാത്രമാണ് പലപ്പോഴും ഉള്ളത്. നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ 2 മുന്നണികൾക്കും ചെറിയ തോതിലെങ്കിലും ഭീഷണിയായി നിൽക്കുന്നത് BJP ഈ 2 ജില്ലകളിലും അവരുടെ സ്വാധീനം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം CPMനെ വല്ലാതെ തോതിൽ അലട്ടുന്നുണ്ട്. പഴയ കാലത്ത് പറഞ്ഞ പോലെ CPMൻ്റെ വോട്ടുകൾ ശക്തമായി നിൽക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നു എന്നുള്ള ആ ഒരു നറേറ്റീവിന് വലിയ മാറ്റം നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്തും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്തും നമ്മളത് കണ്ടതാണ്. കൊല്ലം ജില്ലയിലെ CPMൻ്റെ കോട്ടകൾ പലതും തകരുകയും പല പഞ്ചായത്തുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ CPMന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കഴിയുമോ? ഈ 10 വർഷത്തെ ഈ ഭരണം കൊണ്ട് ജനങ്ങൾക്കിടയിലുണ്ടായ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കുന്നത്. ആ സ്ഥിതി ഉണ്ടായാൽ CPMന് വലിയ തോതിൽ കൊല്ലം ജില്ലയിൽ സീറ്റുകൾ നഷ്ടപ്പെടാനാണ് സാധ്യത.
ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ കൊല്ലം എന്ന ഇടതിൻ്റെ കോട്ടയ്ക്കും ഇളക്കം സംഭവിക്കുമെന്ന് തന്നെയാണ് റോയ് മാത്യുവും വിലയിരുത്തുന്നത്. ആ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഈ അടുത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവിടെ LDF ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ പോലും UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തുകൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരികയും ചെയ്തിട്ടുണ്ട്. ഇതാണ് LDFൻ്റെ ഒരവസ്ഥ കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളിൽ. ഇനി നമ്മൾ UDFിലേക്ക് വന്നാൽ UDFന് അവിടെ നമുക്കറിയാം 2 മണ്ഡലങ്ങൾ, അതും ഇടതുപക്ഷത്തിൻ്റെ പ്രധാന കോട്ടകളായ മണ്ഡലങ്ങൾ UDF കഴിഞ്ഞ വർഷം വിജയിക്കുകയുണ്ടായിട്ടുണ്ട് 2021. ഇത്തവണ അവർ കുറേ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. കാരണം ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണല്ലോ 10 വർഷത്തെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നതിന് ശേഷം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. UDFൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളമാണ് ഐശ്വര്യ? UDF വലിയ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം. അതിന് അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, അതിനു മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 80% LDFിനൊപ്പം നിന്നതാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടത്. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം എല്ലാ കാലവും അത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDFിനൊപ്പം നിന്നത്. അതുവരെയും LDFിനൊപ്പം നിന്ന ഉറച്ച കോട്ടയാണ്, CPMന്റെ ഉറച്ച കോട്ടയെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഈ കണക്കുകൾ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് LDF ജയിച്ചു ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അവിടെ അവർക്ക് ജയം എന്ന് പറയുമ്പോഴും തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനിൽ UDF ഉണ്ട് എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്, വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം ഒഴിച്ചാൽ ബാക്കി 4 എണ്ണത്തിൽ ഒരെണ്ണം ഒഴിച്ചാൽ ബാക്കി 3 എണ്ണവും LDF തന്നെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തുകളിൽ 80%വും ഈ 80% ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏകദേശം 80% LDFിനൊപ്പമാണ് നിന്നിരുന്നെങ്കിൽ ഇത്തവണ അത് 50% കുറഞ്ഞു എന്നുള്ളതാണ്. ഈ UDF നേരെ മറിച്ച് ചെറിയൊരു പോയിന്റിൽ നിന്ന് നേരെ 50%ത്തിലേക്ക് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനിലേക്ക് LDFിനൊപ്പം എത്തി എന്ന് പറയുന്നതും UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. കാരണം ഈ ഈഴവ നായർ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെ ഈ BJPയുടെ ഒരു കടന്നുകയറ്റമുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കോർപ്പറേഷനിൽ 16 സീറ്റാണ് LDF നേടിയത്, 12 BJP നേടുകയും ചെയ്തിട്ടുണ്ട്, 27 UDF ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ പലയിടത്തും നമ്മൾ പറയുമ്പോൾ നമുക്ക് തോന്നും LDF തന്നെയല്ലേ മുന്നിൽ, കോർപ്പറേഷൻ മാത്രമല്ലേ UDF പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, കണക്കുകൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ LDFിന് കൃത്യമായി തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UDFിന്റെ ഒരു ഗ്രോത്തും ആ ഗ്രാഫ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനാകും. കൊല്ലം ജില്ലയിൽ കാര്യമായൊരു വളർച്ച ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് UDFിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ആ രീതിയിൽ തന്നെ ജനം വിധി എഴുതിയാൽ സ്വാഭാവികമായും ഇടത് കോട്ട ഇളകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കണക്കുകൾ മാത്രം പരിശോധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. അവിടെ വോട്ട് ഇടുമ്പോൾ സ്വാഭാവികമായും ആ വോട്ടിന്റെ ഒരു ട്രെൻഡ് ഒക്കെ പരിശോധിച്ചാൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് കൃത്യമായി ഈ കഴിഞ്ഞ നാളുകളിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ UDFിന് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ്, UDFിന്റെ വളർച്ച തന്നെയാണ് കാണുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ആ വോട്ടിംഗ് പാറ്റേൺ അല്ല പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരവും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ അത് ജനങ്ങളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് UDFിന് അനുകൂലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വിശദമായ വിശകലനം നടത്തുകയാണ് റോയ് മാത്യു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപാട് മുൻതൂക്കം അല്ലെങ്കിൽ UDFിന് ഒരുപാട് മുൻതൂക്കം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം 25 വർഷമായിട്ട് കൊല്ലം കോർപ്പറേഷൻ കൈവച്ചിരുന്ന CPMന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് വലിയ തോതിൽ അത് പിടിച്ചെടുത്തു. 2001 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDFിന് ഏതാണ്ട് 5 സീറ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സാഹചര്യം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഓരോ തവണയും അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ 2016 1 സീറ്റ്, 2021 2 സീറ്റ്. ഇതാണ് UDFിന് കൊല്ലം ജില്ലയിലുള്ള ആകെയുള്ള
ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. പഴയ പോലെ തന്നെ RSPക്ക് ഈ പറയത്തക്കുള്ള സ്വാധീനമില്ല. വോട്ട് നേടിക്കൊണ്ടുവരാൻ കഴിയുന്ന ഘടകകക്ഷികളൊന്നും തന്നെ ഈ 2 ജില്ലകളിലും UDFിനൊപ്പമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് വോട്ട് കൂടുതൽ നേടിക്കൊണ്ടുവന്ന് MLAമാരെ ജയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. പിന്നെ അതുപോലെ തന്നെ വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാരുടെ അഭാവം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ തന്നെ കോൺഗ്രസ് കൊല്ലം ജില്ലയിൽ നേരിടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ കാണേണ്ട ഒരു പ്രതിഭാസം വന്നത് കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരാളാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ തവണ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച CR മഹേഷ്. അപ്പോൾ അത്തരത്തിലുള്ള കഠിനാധ്വാനം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭാവം കൊല്ലം ജില്ലയിൽ വളരെ വളരെ പ്രകടമാണ്. RSP ആയിരുന്നു കോൺഗ്രസിൻ്റെ കൂടൊപ്പം നിൽക്കുന്ന ഒരു കൊല്ലം ജില്ലയിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ RSPക്ക് പോലും പലപ്പോഴും അവരുടെ ഈ പറയുന്ന സ്വാധീനങ്ങളൊന്നും തന്നെ കാണാനില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രന് 1.5 ലക്ഷം വോട്ടിൻ്റെ ജയിച്ച സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ പലതും പിടിച്ചെടുക്കുകയും ചെയ്തു, കോർപ്പറേഷൻ പിടിച്ചു, മുനിസിപ്പാലിറ്റികൾ പലതും ഒക്കെ പിടിച്ചെങ്കിലും സംഘടനാ തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ വോട്ടും വിലയേറിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തോൽവിക്ക് പലപ്പോഴും കാരണമാകുന്നത്. 2 കാര്യങ്ങളാണ് റോയ് മാത്യു പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കൂടുതൽ വോട്ട് കൊണ്ടുതരാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള ഘടകകക്ഷികളൊന്നുമില്ല. രണ്ടാമത്, വ്യക്തിപ്രഭാവമുള്ള നേതാക്കളില്ല അവിടെ പല മണ്ഡലങ്ങളിലും മത്സരിക്കാൻ എന്നതാണ്. തീർച്ചയായും അത് വളരെ ശരിയുമാണ്. കാരണം വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കഠിനാധ്വാനികളായ ആളുകൾ മത്സരിച്ച കരുനാഗപ്പള്ളിയിലെ CR മഹേഷിൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനത്തെ മണ്ഡലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്ന് കണ്ടു തന്നെ നമുക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള മണ്ഡലങ്ങളാൽ സമ്പന്നമാണ് കൊല്ലം ജില്ല. ഈ തെരഞ്ഞെടുപ്പിലും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ ജനാഭിപ്രായം എന്താണ്? പ്രാദേശിക വികസന വിഷയങ്ങളോട് ഏത് രീതിയിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? വിഷ്ണു കരുണാകരനാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. വിഷ്ണു, 11 മണ്ഡലങ്ങളും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കൊല്ലം ജില്ലയിൽ. കയർ തൊഴിലാളികളുണ്ട് അവിടെ, മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, വിവിധ വ്യവസായ സംരംഭങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഈ മണ്ഡലങ്ങൾ ഏത് രീതിയിലാകും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ കൂടുതലായി കാണപ്പെടുന്ന ഒരു ജില്ല തന്നെയാണ് കൊല്ലം. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ എല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ CPMനും CPIക്കും ഒക്കെ ഒരു വലിയ പ്രാമുഖ്യം നൽകുന്ന ഒരിടമാണ്. CPIയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ CPIക്ക് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു ജില്ല എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അതുമായി ഇണങ്ങിച്ചേർന്ന ചരിത്രപരമായ ഒരു മാറ്റം കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കൊല്ലം ജില്ല കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലയ്ക്ക് എപ്പോഴും ഇടത് കോട്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴെല്ലാം കൊല്ലം ജില്ലയ്ക്ക് അതിനോടുള്ള അടുപ്പം എത്രത്തോളമാണെന്ന് വളരെ വ്യക്തമാണ്, അത് പ്രകടമാണ്. ഈ കശുവണ്ടി തൊഴിലാളികളുടെ കാര്യമായാലും കയർ തൊഴിലാളികളായാലും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ വളരാനുള്ള ഒരു സ്ഥലം അത് കൊല്ലത്തുണ്ടായിരുന്നു. തീരദേശ മേഖലകളിലായാലും എല്ലായിടത്തും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൊഴിലാളികളുമായി ചേർന്നിണങ്ങി പോകുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് കൊല്ലത്തിന്റെ ഒരു പ്രത്യേക ഒരു രീതി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലത്തിന് വലിയ തരത്തിലുള്ള ഒരു കോട്ടം തട്ടിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും ഇടതിനോടൊപ്പം തന്നെയാണ് കൊല്ലം ചേർന്ന് നിന്നിരുന്നത്. CPIക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്ന ജില്ലയാണ്, CPIക്ക് വലിയ പ്രാധാന്യമുള്ള ജില്ലയാണ്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയ്ക്ക് മറ്റൊരു പ്രത്യേകത, ഒരു കൊല്ലത്തെ പ്രധാന സെന്ററിൽ പോലും M മുകേഷിനെ പോലും മത്സരിപ്പിച്ചപ്പോഴും അവിടെ ഇടത് തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. എല്ലായിടത്തും ഇരവിപുരം പോലെയുള്ള സ്ഥലങ്ങളും ചാത്തന്നൂരും ഒക്കെ എല്ലാം നോക്കുമ്പോഴും CPMനും അല്ലെങ്കിൽ CPIക്കൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക്, കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോരുന്നത് ഒരു വലിയ തിരിച്ചടിയാണ്. BJPയുടെ വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നു എന്നാണ്. അതായത് വലിയൊരു ഹിന്ദു സമൂഹം കൊല്ലം ജില്ലയിൽ ഉണ്ടെങ്കിൽ പോലും അവർ ആ വോട്ട് നൽകുന്നത് BJPക്ക് തന്നെ ആവണം എന്നുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ കോൺഗ്രസിന്റെ കരുത്ത് കുറയുന്ന ഘട്ടങ്ങളിലെല്ലാം അത് BJPക്ക് മുൻഗണനയായി വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യുന്നത്
അവർക്ക് കൂടുതൽ അടുത്തു നിൽക്കുന്ന നേതാക്കളെയാണ്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിലാളികൾക്ക് എപ്പോഴും ആ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു പാരമ്പര്യമുള്ള ജില്ലയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടതു മുന്നണിക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ തീരദേശ മേഖലകളിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വെള്ളക്കെട്ട് പരിഹരിക്കുക, അവരുടെ തീരദേശം കടലെടുക്കുന്ന സമയങ്ങളിൽ അവരുടെ പുനരധിവാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു നേതാവിനെയായിരിക്കും അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നേതാക്കളെ അവർ കണ്ടിട്ടുള്ളത് എപ്പോഴും CPIയുടെയും CPMന്റെയും ഒക്കെയാണ്. അങ്ങനെ ഒരു ചരിത്രം കൊല്ലത്തിന് പറയാനുണ്ട്. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയ്ക്ക് അത്രത്തോളം ഒരു പ്രാധാന്യം CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ വോട്ട് വിഹിതം തന്നെ കാലങ്ങളായി CPMന് തന്നെ മുൻതൂക്കം നൽകുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. പക്ഷേ വികസന വിഷയങ്ങൾ അത് പലപ്പോഴും ഏതൊരു മണ്ഡലത്തിലെയാണെങ്കിലും ഏതൊരു ജില്ലയിലെയാണെങ്കിലും വോട്ടിങ്ങിനെ കാര്യമായി സ്വാധീനിക്കുന്ന വിഷയം തന്നെയാണല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷമാണ് LDF സർക്കാർ വീണ്ടും ജനവിധി നേടാൻ പോകുന്നത്. ഈ കാലയളവിൽ എത്രത്തോളം വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കൊല്ലം ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഒപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം അത് ഏത് രീതിയിൽ കൊല്ലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, പല മേഖലയിലും കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും BJP വളർന്നു വരാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി തന്നെയാണ്. ആ ഒരു CPMനെതിരെയും അല്ലെങ്കിൽ CPIക്കെതിരെയും ഒക്കെയുള്ള ജനങ്ങളുടെ ജനരോക്ഷം തന്നെയാണ്. പലയിടത്തും ഈ പൊതുമരാമത്ത് മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റുകൾ, അതായത് വളർച്ചയൊന്നും കാര്യമായി കൊല്ലത്ത് വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങളെല്ലാം പൊതുവെ നിൽക്കുന്നുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനകീയനായ നേതാവിന് സാധ്യത വളരെ കൂടുതലുണ്ട്. ജനകീയമായി നിൽക്കുന്ന നേതൃത്വത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. അതുതന്നെ കോൺഗ്രസിന് ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ വലിയൊരു സാധ്യത UDFനും ഉണ്ടാകേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ വോട്ട് വിഹിതത്തിൽ ഇനി ഒരു വലിയ മാറ്റം വന്നാൽ പോലും ഈ 11 മണ്ഡലത്തിൽ ഭൂരിഭാഗം മണ്ഡലത്തിലേക്ക് LDFന് തന്നെയായിരിക്കും ഒരു സാധ്യത ഇപ്പോഴും കാണുന്നത്. ജനങ്ങളുടെ ഒരു താല്പര്യം, അതായത് ഇടത് കോട്ട എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത് പ്രസ്ഥാനം ശക്തമായി വളരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ പോലും വടക്കൻ കേരളം പോലെ CPMനോ CPIക്കോ അത്രത്തോളം, CPMന് പ്രത്യേകിച്ച് അത്രത്തോളം സ്വാധീനം ചെലുത്തിയ വോട്ടുകളെ നിലനിർത്തി കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. അതായത് ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾ അവരെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഇത്രയും കാലം പോയെങ്കിലും ചിലയിടങ്ങളിലുള്ള ചാഞ്ചാട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പത്തനാപുരം പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെ KB ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയുടെ ഭാഗമായി കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അത് എപ്പോഴും LDFന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജനകീയനായ നേതാവാണ്, ജനങ്ങൾക്ക് അവിടെ വളരെ അടുപ്പമുണ്ട്. അതുപോലെ ഓരോ നേതാക്കളെയും സംബന്ധിച്ചായിരിക്കും ഈ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കൊട്ടാരക്കരയിൽ ഇനി ഐഷ പോറ്റിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇടയ്ക്കൊക്കെ കേട്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന് തിരിച്ചടിയായിട്ടൊരു തീർച്ചയായും സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരള കോൺഗ്രസ് B UDFനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കൊല്ലത്ത് കുറെ കൂടി സ്വാധീനം UDFന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഐഷ പോറ്റിയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ആ നഷ്ടം നികത്താനുള്ള വഴികളും UDF ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി BJPയുടെ കാര്യം പരിശോധിക്കുമ്പോൾ BJPയും സ്വാധീനം വർദ്ധിപ്പിച്ചു വരികയാണ് കൊല്ലം ജില്ലയിൽ എന്ന് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നൽകുന്ന സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കൊല്ലത്തെ ഒരു മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് ചാത്തന്നൂരിലാണ്. ഐശ്വര്യ, BJPയുടെ ഒരു സാധ്യതകൾ എത്രത്തോളമുണ്ട് കൊല്ലം ജില്ലയിൽ? റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ BJP ഈ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ കൊല്ലം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചാത്തന്നൂർ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും അത്തരത്തിലൊരു A ക്ലാസ് മണ്ഡലമായൊന്നും കൊല്ലത്തെ ഒരു മണ്ഡലവും BJP കണക്ക് കൂട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനു ശേഷം ഈ BJPയുടെ ലിസ്റ്റ് ഒന്നുകൂടി അവർ പരിഷ്കരിക്കുമ്പോൾ അതിൽ കൊല്ലം ജില്ലയുണ്ട്, അതിൽ പല നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ചാത്തന്നൂരിൽ നമുക്ക് എടുത്തു പറയേണ്ടത് പക്ഷേ നിലവിൽ MLA ആയിരിക്കുന്ന അദ്ദേഹം മാറേണ്ട ഒരു കാരണം തുടർച്ചയായി 3 തവണ അദ്ദേഹം MLA ആയി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. GS ജയലാൽ അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ മറ്റാര് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും മത്സരിപ്പിച്ചാൽ ആ സീറ്റ് BJP പിടിച്ചെടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPI അത്തരം കാര്യങ്ങൾ ഈ 3 വർഷം ടേമൊക്കെ കൃത്യമായി 3 പ്രാവശ്യം ടേമൊക്കെ കൃത്യമായി
കൃത്യമായി പാലിക്കുന്ന ഒരു വ്യവസ്ഥ പാലിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നുള്ള വിശ്വാസമാണ് BJPക്കുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാനായി എന്നുള്ളത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷ കൊല്ലം ജില്ലയിലും ഇത്തവണ BJP വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് വീതം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ചാത്തന്നൂർ പോലെ ഉള്ള മണ്ഡലങ്ങൾ മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം നിന്ന ഇടങ്ങളിൽ കൃത്യമായി അവിടുത്തെ വോട്ടുകൾ കൂടി വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ചാത്തന്നൂർ പിടിച്ചെടുക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാടധികം സ്വപ്നങ്ങൾ BJP വച്ചു പുലർത്തുന്ന കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ BJPക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തിൻ്റെ പല മേഖലകളിലും കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റോയ് മാത്യുവിൻ്റെ വിശകലനം കൂടി കാണാം. അത്ഭുതകരമായ രീതിയിൽ ഒരു വളർച്ച കൊല്ലം ജില്ലയിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ 17 സീറ്റ് 10 സീറ്റോളം ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ CPMന് കിട്ടിയിട്ടുണ്ട്, അല്ല BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു കാര്യമെന്ന് പറയുന്നത് ഈ CPMന് സ്വാധീനമുണ്ടായിരുന്ന വോട്ടുകൾ, അത് പ്രത്യേകിച്ച് CPMനോടൊപ്പം നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് കൊല്ലം ജില്ലയിൽ, അതായത് SNDPയുടെ ആസ്ഥാനമായ കൊല്ലം ജില്ലയിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കാലത്ത് CPMൻ്റെ കോട്ടയെന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിരുന്ന ഈഴവ സമുദായത്തിനകത്തുനിന്ന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വലിയ തോതിൽ പ്രകടമായി തന്നെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കാണാൻ കഴിഞ്ഞു. കൊല്ലം കോർപ്പറേഷനകത്ത് തന്നെ BJP നേടിയ വോട്ടുകൾ, അതുപോലെ തന്നെ ചാത്തന്നൂരിൽ BJP കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നു. കൊല്ലം ജില്ലയിലെ ഈ പല മണ്ഡലങ്ങളിലും അവർക്ക് നിർണായകമായ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള തരത്തിലുള്ള വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ കൊല്ലം ജില്ലയിൽ വലിയ തോതിലുള്ള ഈഴവ സമുദായത്തിൻ്റെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം BJPക്ക് മുതലെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എത്ര കണ്ട് സീറ്റ് കിട്ടുമെന്നുള്ളതൊക്കെ ഉള്ളത് കണ്ടറിയണം. പക്ഷേ അവരൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അത് ഭീഷണിയാവുന്നു LDFനാണെന്നുള്ള യാഥാർത്ഥ്യം, ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാവുന്ന സാഹചര്യങ്ങളാണ്. അത് ചിലപ്പോൾ 1-2 സീറ്റിൽ അവർക്ക് നിർണായകമായ തരത്തിൽ വോട്ട് നേടാൻ കഴിഞ്ഞെന്ന് വരും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ചാത്തന്നൂരാണ് അവർക്ക് നല്ല സ്വാധീനമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. തീർച്ചയായും റോയ് മാത്യു സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നതല്ല പ്രധാന ചോദ്യം. BJP ഈ തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആരെ തുണയ്ക്കും, ആരുടെ പരാജയത്തിന് കാരണമാകും എന്നതാണ് പ്രധാന പ്രശ്നം. വികസന വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, ജനാഭിപ്രായത്തിലെ തിരമാലകൾ എല്ലാം ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അത്യുന്നതിയിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.